نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമാക്കിയിട്ടുള്ള ഉത്കൃഷ്ടമാക്കിയിട്ടുള്ള ദിവസമാണ് യൗമു ആശൂറ അഥവാ അല്ലാഹു പവിത്രമാക്കിയ മാസങ്ങളിൽ ശ്രേഷ്ഠമായ മുഹറമിലെ 10ാമത്തെ ദിവസം. ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. ആ ദിവസത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ട ഏറ്റവും വലിയ പ്രത്യേകതയാണ് മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയും അക്രമിയുമായിട്ടുള്ള അഹങ്കാരിയായിട്ടുള്ള ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് പറഞ്ഞ ഈ മിസ്റിന്റെ അധികാരവും അതുപോലെ തന്നെ മിസ്റിലെ അരുവികളും കടലുകളും എന്റെ കീഴിലല്ലേ ഒഴുകുന്നത് എന്ന് വാഗ്വാദം മുഴക്കിയ ഫിർഔനിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല രക്ഷിച്ച ദിവസമാണ്, രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസത്തിൽ യഹൂദികൾ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് നോൽക്കാൻ മുസ്ലിമീങ്ങളെ കൽപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം പേര് പരാമർശിച്ച നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത സൂറത്തുകളിലായി അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി, അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലാഹു തആല നമ്മെ അറിയിച്ചു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം മുതൽ അല്ലാഹു തആല തന്റെ കൺമുമ്പിലായിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മേലെയുള്ള ഇഷ്ടം വിട്ടുകൊടുത്തുകൊണ്ട് അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവന്നു. അതിനുശേഷം പ്രായപൂർത്തിയെത്തി, പ്രായവും പക്വതയും എത്തിയപ്പോൾ ഒരു കുടുംബവും സ്വാലിഹത്തായ ഒരു ഇണയും നൽകാൻ വേണ്ടി അല്ലാഹു തആല ചില കാരണങ്ങളെ ഒരുക്കി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന് നുബുവത്തും റിസാലത്തും നൽകി. അങ്ങനെ ഈ ഫിർഔനിന്റെ അടുക്കലേക്ക് ദഅവത്തിന് വേണ്ടി, തൗഹീദ് പറയാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു. ഭയത്തോടുകൂടി തന്നെ മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനായ ഹാറൂനിനെ ഒപ്പം നൽകണമെന്നും അതുപോലെ തന്നെ തങ്ങളെ സഹായിക്കണമെന്നും അവർ രണ്ടുപേരും അല്ലാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ ഫിർഔനിന്റെ അടുക്കൽ പോയി തൗഹീദ് പറഞ്ഞപ്പോൾ ഫിർഔൻ സാഹിറെന്നും കദ്ദാബെന്നും പറഞ്ഞ് ആക്ഷേപിച്ചു. ബാക്കിയുള്ള സാഹിറന്മാരുടെ മുമ്പിൽ അവരുടെ സിഹറിനെ തകർത്ത് കളയുന്ന രീതിയിൽ അല്ലാഹു തആല അത്ഭുതത്തോടുകൂടി മുഅ്ജിസത്തുകൾ മൂസാ നബി അലൈഹിസ്സലാമിൽ ഇറക്കി. വീണ്ടും അക്രമം തുടർന്ന ഫിർഔനിന്റെ അടുക്കൽ നിന്ന് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, രാത്രിയിൽ ബനൂ ഇസ്രായേലുകളെയും കൊണ്ട് നാട് വിട്ടു പോകാൻ, മിസ്രിൽ നിന്ന് പോകാൻ കൽപ്പിച്ചു. ആ പോകുന്ന സന്ദർഭത്തിൽ കടലിന്റെ മുൻപിലെത്തിയപ്പോൾ ഫിർഔനും ഫിർഔനിന്റെ സൈന്യവും മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും തേടി വന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തരമായ ഒരു മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്തായി അല്ലാഹുവിന്റെ കഴിവിനെ തെളിയിക്കുന്ന രീതിയിൽ അല്ലാഹു തആല അവരെ രക്ഷിച്ചു. അല്ലാഹു തആല സൂറത്ത് ശുഅറായിൽ പറഞ്ഞു, ഫലമ്മാ തറാഅൽ ജംആൻ ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. ആ രണ്ട് സൈന്യങ്ങളും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ബനൂ ഇസ്രായേലുകളുടെയും മുമ്പിൽ
കടൽ മാത്രമായി നിൽക്കുന്ന അവസ്ഥ. പിന്നീടാണെങ്കിലോ ഫിർഔനിന്റെയും ആ ഫിർഔനിന്റെ സൈന്യവും വരുന്ന അവസ്ഥ. ആ സമയത്ത് തുടക്കക്കാരായിട്ടുള്ള ഇസ്ലാം പരിശീലിച്ചു തുടങ്ങുന്ന ദുർബല വിശ്വാസികളായിട്ടുള്ള ബനു ഇസ്രായേലുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇന്നാല മുദ്റകൂൻ, തീർച്ച നമ്മളിത് അകപ്പെടാൻ പോകുന്നു, നമ്മളത് അവരുടെ പിടിയിൽ അകപ്പെടാൻ പോകുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്നത് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിന്റെ അറിവും കഴിവിലും ദൃഢതയുള്ള മൂസാ നബി അലൈഹി ഇസ്ലാം ആ സമയം ബനു ഇസ്രായേലുകളോട് പറഞ്ഞു, ഖാല കല്ല, ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ ഒപ്പമുണ്ട്, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, അവനൊരു വഴി കാണിച്ചു തരും, അവനൊരു വഴി കാണിച്ചു തരും. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിലുള്ള വിശ്വാസവും ദൃഢതയും ഏറ്റവും മഹത്തരമായി തെളിയിച്ച ആ സമയം. പിന്നീടുണ്ടായത് മനുഷ്യബുദ്ധിക്കോ ശാസ്ത്രത്തിനോ കാരണങ്ങൾ മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത, ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ച, അതിനുശേഷം അർശിന് മേൽ ഇസ്തിവാ ചെയ്ത, തന്റെ കൽപ്പനകൾ ആകാശഭൂമികളിൽ ഇറക്കുന്ന, ആകാശത്തെ ഉയർത്തി നിർത്തിയ, ഭൂമിയിൽ വ്യത്യസ്ത കാര്യങ്ങൾ തീരുമാനിക്കുന്ന, സൂര്യനും ചന്ദ്രനും കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഔഹൈനാ ഇലാ മൂസ അനിദ്രിബ് ബിഅസാകൽ ബഹർ. അല്ലാഹു തആല പറയാണ്, നാം മൂസാ നബി അലൈഹി ഇസ്ലാമിന് വഹി നൽകി, നീ ആ കടലിൽ നിന്റെ വടി കൊണ്ടടിക്കുക, നിന്റെ വടി കൊണ്ട് ആ കടലിൽ അടിക്കുക. ഫൻഫലഖ ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അദീം. ആ അടിച്ച സന്ദർഭത്തിൽ അല്ലാഹു തആല പറയാണ്, ആ കടൽ 2 പിളർപ്പായി മാറി. ആ 2 പിളർപ്പും വലിയൊരു പർവ്വതം പോലെ മാറി നിൽക്കുന്ന അവസ്ഥയിലായിക്കൊണ്ട് നടുവിലൂടെ വരണ്ട ഒരു വഴി അവിടെ തെളിഞ്ഞു വന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിയിലൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും സൈന്യത്തെയും കടത്തി. പിന്നിൽ ശത്രുക്കളും വന്നു. വഅൻജൈനാ മൂസ വമൻ മഅഹു അജ്മഈൻ. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും ഒപ്പമുണ്ടായിരുന്ന ബനൂ ഇസ്രായേലുകളെയും അല്ലാഹു തആല രക്ഷിച്ചു. ثم أغرقنا الآخرين. പിന്നാലെ വന്ന ഫിർഔനെയും കൂട്ടാളികളെയും അല്ലാഹു ആ കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, തന്റെ കീഴിലാണ് ഈ കടലും മരുവികളും ഒഴുകുന്നത് എന്ന് അഹങ്കരിച്ച ഫിർഔനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കടലിൽ തന്നെ അല്ലാഹുവിന്റെ കൽപ്പന കൊണ്ട് മുക്കി നശിപ്പിക്കുകയുണ്ടായി. സൂറത്ത് യൂനുസിൽ അല്ലാഹു തആല പറഞ്ഞു, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ ഫഅത്ബഅഹും. അല്ലാഹു തആല ബനൂ ഇസ്രായേലുകളെയും അവരെ പിന്തുടർന്ന് വന്നവരെ ബനൂ ഇസ്രായേലുകളെ കടൽ കടത്തി രക്ഷപ്പെടുത്തി. ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദു ബഗ്യൻ വഅദ്വ. അവരെ പിൻപറ്റിക്കൊണ്ട് ഫിർഔനും ഫിർഔനിന്റെ സൈന്യവും ഉണ്ടായിരുന്നു അക്രമം പ്രവർത്തിച്ച്. ഹത്താ ഇദാ അദ്റകഹുൽ ഗർഖ്. അങ്ങനെ ആ ഫിർഔൻ മുങ്ങിച്ചാവുന്ന നിമിഷത്തിൽ, മരിക്കാനായി എന്ന് ഉറപ്പായ നിമിഷത്തിൽ, ഖാല, ഫിർഔൻ പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഫിർഔൻ പറഞ്ഞ വാക്കാണ്. ഫിർഔൻ പറയുകയാണ്, മരണസമയത്ത്, മരണം തൊണ്ടക്കുഴിയിലെത്തിയ സമയത്ത്, ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ബനൂ ഇസ്രായേലുകൾ ഏതൊരു ഇലാഹിലാണോ വിശ്വസിച്ചിട്ടുള്ളത് അതിൽ ഞാനും വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, അൽആന ഖദ് അസൈത ഖബൽ. ഇത്രയും കാലം നീ ധിക്കരിച്ച് ജീവിച്ചിട്ട് ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? വകുൻത മിനൽ മുഫ്സിദീൻ. നീ ഫസാദ് ഉണ്ടാക്കുന്നവരിൽ, അക്രമികൾപ്പെട്ടവനായിരുന്നു എന്ന് പറഞ്ഞ് അതിൽ മുക്കി നശിപ്പിക്കുകയാണ് ഉണ്ടായത്. സഹോദരങ്ങൾ, ചിന്തിക്കണം. നാം ചിന്തിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട മഹത്തരമായ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു അത്. ആ ദിവസം, ഈ കാര്യം നടന്ന ദിവസം, അത് മുഹറം 10 യൗമു ആശൂറ ആണ്. ഇതിന് നന്ദി എന്നോണം, അല്ലാഹു തആല രക്ഷപ്പെടുത്തിയതിന് നന്ദി എന്നോണം മൂസാ നബി അലൈഹി ഇസ്ലാം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഫറഅൽ യഹൂദ തസൂമു യൗമ ആശൂറ. യഹൂദികൾ ഈ മുഹറം 10 യൗമു ആശൂറയിൽ നോമ്പ് നോൽക്കുന്നുണ്ടായിരുന്നു. ഫഖാല മാ ഹാദാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഈ ദിവസത്തിൽ അവർ നോമ്പ് നോൽക്കുന്നത്? ഖാലു. അപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്. ഇത് ഉത്കൃഷ്ടമായ ഒരു ദിവസമാണ്. ഹാദാ യൗമുൻ നജ്ജല്ലാഹു ബനി ഇസ്രായീൽ മിൻ അദുവ്വിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകളെ അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷിച്ച ദിവസമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും. ഫസാമഹു മൂസാ അലൈഹി സലാം. മൂസാ നബി അലൈഹി ഇസ്ലാം നോമ്പ് നോറ്റിരുന്നു. ഫനഹ്നു നസൂമുഹു. അതുകൊണ്ട് ഞങ്ങളും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നു അഹഖു വഔല ബിമൂസാ മിൻകും.
മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അടുത്തിട്ടുള്ളതും ബന്ധമുള്ളതും ബാധ്യതയുള്ളതും ഞങ്ങൾക്കാണ്. അഥവാ തൗഹീദിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുകൾ തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് നോമ്പ് നോൽക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കേണ്ടായി. ഈ ദിവസം യൗമ ആശൂറ ജാഹിലിയ കാലത്ത് തന്നെ മുശ്രിക്കീങ്ങൾക്കിടയിലും അറിയപ്പെട്ട ശ്രേഷ്ഠമായ ദിവസമായി അവർ പരിഗണിച്ചിരുന്നു. അന്ന് മുശ്രിക്കീങ്ങളും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന യൗമു ആശൂറ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ. ഈ ആശൂറ ദിവസത്തിൽ ഖുറൈശികൾ ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഇടയിൽ വളർന്നപ്പോൾ ആ ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. ഫലമ്മാ ഖദിമൽ മദീന സ്വമഹു. മദീനയിലെത്തിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിൽ നോമ്പ് നോറ്റു. വഅമറ ബിസിയാമിഹി. മുസ്ലിമീങ്ങളോട് കൽപ്പിച്ചു. ഫലമ്മാ ഫുരിദ റമളാൻ തറക യൗമ ആശൂറ ഫമൻ ശാഅ സാമഹു വമൻ ശാഅ തറകഹു. റമളാൻ നിർബന്ധമാക്കിയപ്പോൾ ആശൂറ ദിവസം നോമ്പ് നോൽക്കുന്നതിന്റെ നിർബന്ധിത അവസ്ഥ ഇല്ലാതെയായി. അത് ഐച്ഛികമായ നോമ്പായി. അതായത് ആദ്യത്തിൽ ആശൂറ ദിവസത്തിലെ നോമ്പ് നിർബന്ധമായ നോമ്പായിരുന്നു. റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയപ്പോൾ ആശൂറ ദിവസത്തിൽ നിർബന്ധത ഒഴിവായി ഐച്ഛികമായി നോമ്പ് നോൽക്കുക എന്നായി. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിച്ചിരുന്ന, പ്രത്യേകം ഒഴിവാക്കാതിരുന്ന നോമ്പായിരുന്നു മുഹറം 10 ആശൂറ നോമ്പ് എന്നുള്ളത്. അതിന്റെ മഹത്വമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാമു യൗമി ആശൂറ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹ. ആശൂറ ദിവസത്തിലെ നോമ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു തരുമെന്ന്. അതുപോലെ തന്നെ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് ലതായിഫുൽ മആരിഫ് എന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ ഓരോ മാസങ്ങളുടെ മഹത്വവും അതുപോലെ ഓരോ കാലത്തിന്റെയും മഹത്വവും പ്രത്യേകതകളും ഇബാദത്തുകളും വിശദീകരിക്കുന്ന ആ കിതാബിൽ അദ്ദേഹം പറയുന്നുണ്ട്, വമിൻ അഅജബി മാ വറദ ഫീ ആശൂറ. ആശൂറയുടെ ദിവസത്തിൽ ഉദ്ധരിക്കപ്പെട്ടതിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് അന്നഹു കാന യസൂമുഹു അൽ വഹ്ശ് വൽ ഹവാം. വന്യജീവികളും ഇഴജന്തുക്കൾ പോലും ആ ദിവസത്തിൽ നോമ്പ് നോൽക്കാറുണ്ടായിരുന്നു. സലഫുകളെ വെച്ച് ഉദ്ധരിക്കുന്നത് കാണാം. അദ്ദേഹം പറയുന്നു, കുൻതു അഫുത്തു ലിന്നംലി അൽ ഖുബ്സ കുല്ല യൗമിൻ. ഞാൻ എല്ലാ ദിവസവും എന്റെ റൊട്ടിയിൽ നിന്ന് ചിലത് പൊടിച്ച് ഉറുമ്പുകൾക്ക് നൽകാറുണ്ടായിരുന്നു. ഫലമ്മാ കാന യൗമു ആശൂറ ലം യഅകുലുഹു. ആശൂറ ദിവസം അത് നൽകുമ്പോൾ ആ ഉറുമ്പുകൾ പോലും ഭക്ഷിക്കാറുണ്ടായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നോമ്പ് നോൽക്കുന്നതിൽ റമളാനും ആശൂറയിനേക്കാളും മഹത്തരമായ ഒരു ദിവസവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ലിയൗമിൻ ഫളലുൻ അലാ യൗമിൻ ഫിസ്സിയാം ഇല്ലാ ശഹറ റമളാൻ വയൗമ ആശൂറ. റമളാൻ ദിവസത്തെക്കാളും റമളാനിനേക്കാളും ആശൂറ ദിവസത്തിനേക്കാളും ഫളലായിട്ടുള്ള ശ്രേഷ്ഠതയുള്ള ഒരു ദിവസം നോമ്പിന്റെ വിഷയത്തിൽ വേറെ ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, മുഹറം 10 ആശൂറയുടെ ദിവസം നോമ്പ് നോൽക്കാൻ നാം എല്ലാവരും തയ്യാറാവുക. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ ഫിർഔനിന്റെയും സൈന്യത്തിൽ നിന്നും അല്ലാഹു രക്ഷിച്ച ബനൂ ഇസ്രായേലുകളെയും രക്ഷിച്ച ചരിത്രം ഓർക്കുക, അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, ആശൂറ നോമ്പിന്റെ രീതികൾ 4 തരത്തിലായിട്ട് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സാദുൽ മആദിലും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി എല്ലാം വിശദീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാം. ഒരു തരം, ഒന്നാമത്തെ രീതി മുഹറം 9-നും 10-നും 11-നും 3 ദിവസവും നോമ്പ് നോൽക്കുക എന്നുള്ളത്. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മർഫൂആയി ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തിൽ ചില പണ്ഡിതന്മാർ ളഅഫ് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും ഹസനാണെന്ന് ധാരാളം പണ്ഡിതന്മാർ പരാമർശിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, സൂമു യൗമ ആശൂറ വഖാലിഫുൽ യഹൂദ വസൂമു ഖബ്ലഹു യൗമൻ വബഅദഹു യൗമൻ. ആശൂറ ദിവസം നിങ്ങൾ നോമ്പ് നോൽക്കുക, ജൂതന്മാരോട് നിങ്ങൾ എതിരാവുക. ജൂതന്മാർ ആശൂറ മാത്രം, മുഹറം 10 മാത്രമാണ് നോമ്പ് നോറ്റിരുന്നത്. അതുകൊണ്ട് അതിന് തൊട്ടു മുൻപുള്ള ദിവസവും അതിന് ശേഷമുള്ള ദിവസവും നോമ്പ് നോൽക്കുക എന്ന റിവായത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, അതിന്റെ തൊട്ടു മുമ്പുള്ള
മുഹറം 9 അഥവാ താസുആയിൽ അതും ആശുറാവും കൂടി മുഹറം 9ഉം 10ഉം ഈ 2 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലൈൻ ബഖീതു ഇലാ ഖാബിൽ ലഅസൂമന്ന അത്താസിഅ, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. പക്ഷേ അടുത്ത വർഷമാവുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മൂന്നാമത്തെ രീതി മുഹറം 10ഉം അതുപോലെ 11ഉം ഒരുമിച്ച് നോമ്പ് നോൽക്കുക എന്നുള്ളത്. 9 നോറ്റിട്ടില്ലെങ്കിൽ 10ഉം 11ഉം നോൽക്കുക എന്നുള്ളത്. കാരണം യഹൂദന്മാരോട് എതിരാകാൻ വേണ്ടി. അല്ലാതെ നോമ്പ് നോൽക്കാൻ പറ്റുന്നത് ആശൂറ ദിവസത്തിൽ മാത്രമായി നോമ്പ് നോൽക്കുക. എന്നാലും നോമ്പ് ശരിയാകും. പക്ഷേ ധാരാളം പണ്ഡിതന്മാർ അതിനെ വെറുത്തിരുന്നു. കാരണം യഹൂദന്മാരോട് എതിരാവുക എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9ാമത്തെ ദിവസം കൂടി അല്ലെങ്കിൽ ഒരു ദിവസം അതിനോട് ചേർന്ന് നോമ്പ് നോൽക്കും എന്ന് പറയാനുള്ള കാരണം. പല കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂത നസാറാക്കളോടും മുശ്രിക്കീങ്ങളോടും എതിരാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ ചില ഹദീസുകളിൽ കാണാം. ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അക്ലത്തുസ് സഹർ, നമ്മുടെയും അഹ്ലുൽ കിതാബിന്റെയും നോമ്പുമായിട്ടുള്ള വ്യത്യാസം സുഹൂർ കഴിക്കലാണ്, അത്താഴം കഴിക്കലാണ്. അവരത് കഴിക്കാറില്ല. അതുപോലെ തന്നെ വേറെ ഹദീസിൽ ഖാലിഫുൽ യഹൂദ വൻ നസാറ ഫഇന്നഹും ലാ യുസല്ലൂന ഫീ നിആലിഹിം വലാ ഖിഫാഫിഹിം, ജൂത നസാറാക്കളോട് നിങ്ങൾ എതിരാവുക. അവർ ചെരിപ്പോ സോക്സോ ഒന്നും ധരിച്ച് അവർ നിസ്കാരം നിർവഹിക്കാറില്ല, അവർ ഇബാദത്തുകൾ നിർവഹിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഖാലിഫുൽ മുശ്രിക്കീന അഹ്ഫുശ് ശവാരിബ് വഅഫുൽ ലിഹാ, മുശ്രിക്കീങ്ങളോട് നിങ്ങൾ എതിരാവുക, മീശ വെട്ടി ചെറുതാക്കുകയും താടി നീട്ടി വളർത്തുകയും ചെയ്യുക. അഥവാ ഏതൊരു കാര്യത്തിലും കുഫാറുകളോട് എതിരായിട്ടായിരിക്കണം മുസ്ലിമീങ്ങൾ നിൽക്കേണ്ടത് എന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ യഹൂദന്മാർ പറയാറുണ്ടായിരുന്നു, മാ യുരീദു ഹാദർ റജുൽ അയ്യദഅ മിൻ അംരിനാ ശൈഅൻ ഇല്ലാ ഖാലഫനാ ഫീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതുള്ളൂ എന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ 10 മാത്രം നോക്കൽ ജായിസാണ്. പക്ഷേ 9നോട് ചേർന്ന് അല്ലെങ്കിൽ 11നോട് ചേർന്ന് അല്ലെങ്കിൽ 3 ദിവസവും നോമ്പ് നോൽക്കലാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും അഫ്ളലായ നോമ്പുള്ള ഈ മാസത്തിൽ പവിത്രമായ മുഹറത്തിൽ ആശൂറ നോമ്പിന്റെ ആ ദിവസത്തിന്റെ ഫള് മനസ്സിലാക്കി ആ നോമ്പ് നോൽക്കാൻ നമ്മൾ എല്ലാവരും തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.